അക്ഷരലോകത്ത് അറിവ് പകർന്ന് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ 18 വർഷം പിന്നിടുന്നു. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നീ ക്ലാസുകളോടെ തുടങ്ങിയ സ്കൂളിൽ ഇതിനകം 7ാം സ്റ്റാൻഡ് വരെയുള്ള ക്ലാസുകളുണ്ട്. യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ചെയർമാൻ അബ്ദുൾ സത്താറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടന്നുവരുന്നത്. പഠനത്തിനു പുറമെ യോഗ, കരാട്ടെ, ഡാൻസ്, പാട്ട് എന്നിവയും ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് എന്നീ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യം സ്കൂളിലേക്കായി ഒരുക്കിയിട്ടുണ്ട്. യോഗ്യത നേടിയവരും പരിചയസമ്പന്നരുമായ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകതയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും കൗൺസിലിംഗ് ക്ലാസുകളും വിദ്യാലയത്തിൽ നടത്തിവരുന്നു. ഒലിവ് ഇന്റർനാഷണൽ അൽബീർ എന്ന വിദ്യാലയം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു. ഇസ്ലാമിക മതപഠനത്തിന് മുൻതൂക്കം നൽകിയുള്ള സ്കൂളാണിത്. അക്ഷരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. പൂരങ്ങൾ നാടിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന കൂടിച്ചേരലുകളാണെന്ന് പ്രശസ്ത കഥകളി ആചാര്യനും കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവുമായ കലാമണ്ഡലം കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ സോവനീർ സ്മരണിക പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്രാളിപ്പൂരം എല്ലാവരെയും യോജിപ്പിക്കുന്ന ഉത്സവമാണെന്നും കലാമണ്ഡലം കൃഷ്ണകുമാർ പറഞ്ഞു. ദേശകമ്മിറ്റി പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡോക്ടർ കേളത്ത് ശാന്തകുമാർ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി. യോഗത്തിൽ വേണുഗോപാൽ അണ്ടേങ്ങാട്ട്, ഉത്രാളിപ്പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി PN വൈശാഖ്, വർക്കിംഗ് പ്രസിഡന്റ് K സതീഷ് കുമാർ, ട്രഷറർ പ്രശാന്ത് പുഴങ്കര, ജനറൽ കൺവീനർ PK രാജേഷ്, എങ്കക്കാട് പൂരകമ്മിറ്റി പ്രസിഡന്റ് TP ഗിരീശൻ, മുൻ ചീഫ് കോർഡിനേറ്റർ PN ജയൻ, PN ഗോകുലൻ, PN രാജൻ, ചീഫ് എഡിറ്റർ E നന്ദകുമാർ, കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ, MS നാരായണൻ, PA നാരായണസ്വാമി, അഡ്വക്കേറ്റ് TS മായാദാസ്, ശ്രീകാന്ത് ശിവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.